ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽവിത്ജ്യോ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ നോർമൽ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് പുരുകം നല്ല ഭംഗിയായിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലുള്ള ഐബ്രോസ് താഴേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടറിലൊരു ഷേപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. ഐബ്രോസിനോട് ചേർന്ന് തന്നെ ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഷേപ്പ് കിട്ടിയ ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മുടെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കരുത്. ഈ പോർഷനിൽ തൊട്ട് നമ്മൾ എവിടെ നിന്നാണോ കുറച്ച് തിക്ക് ഹെയർ ആയിട്ട് കാണുന്നത് അവിടെ തൊട്ട് വേണം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നല്ല തിക്ക് ഹെയർ ആണെങ്കിൽ അവർക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞ് യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പെൻസിൽ ഷെയ്ഡ് ചെയ്യാൻ പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ഒരുപാട് നിയറായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്കായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഔട്ടറിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ടിപ്പിലെത്തുമ്പോൾ ഒരു ആർച്ച് പോലെയൊക്കെ കൊടുക്കാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ കൊടുക്കുന്നില്ല. കാരണം എങ്ങനെയാണോ പുരുകത്തിൻ്റെ ഷേപ്പ് അതിലൂടെ തന്നെയാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തത് ഹെയറിലേക്ക് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഹെയറിനെ ഇപ്പോൾ താഴേക്ക് എങ്ങനെയാണോ ബ്രഷ് ചെയ്ത് കൊടുത്തത് അതേപോലെ മേലേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക. മേലേക്ക് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ബ്രഷ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലേക്ക് ചീവുമ്പോൾ ഇവിടെ ചെറിയ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേലേക്ക് ചീവി കൊടുക്കുന്നത്. എന്നിട്ട് ഗ്യാപ്പിൻ്റെ അവിടെ നോക്കി അവിടെ മാത്രം ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ട് പോർഷനിൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര നേരം യൂസ് ചെയ്ത് ഉപയോഗിച്ചതിൻ്റെ ബാക്കി ബ്രഷിൽ കാണും. അതന്നെ ഒന്ന് ഫ്രണ്ട് പോർഷനിൽ ചെയ്ത് കൊടുത്താൽ മതി. അവിടേക്കായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കരുത്. അവിടേക്കായിട്ട് പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കൊടുക്കരുത്. അപ്പോൾ ഒട്ടും നാച്ചുറാലിറ്റി കിട്ടില്ല, ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് തന്നെ യൂസ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ രണ്ട് പുരുകം എഴുതി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.